അങ്കമാലി അയ്യമ്പുഴ പഞ്ചായത്തിൽ ഒലിവ് മൗണ്ടിൽ സംരംഭകയായി എത്തിയ വിദേശ വനിതയെ കബളിപ്പിച്ച വൻതുക തട്ടിയ അജിത് ബാബു അവരുടെ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതി. അസുഖബാധിതയായ കുട്ടിയുടെ ചികിത്സാ ചിലവിനെന്ന പേരിലും ഇയാൾ കോടികൾ തട്ടിയെടുത്തു. ഇയാളുടെ ഭീഷണി ഭയന്ന യോഗ പരിശീലനത്തിനും മറ്റുമായി നിർമ്മിച്ച സ്ഥാപനവും അടച്ചുപൂട്ടേണ്ടി വന്നു. ഓസ്ട്രിയ സ്വദേശിനി പാർവതി റെഷ്ണർ അങ്കമാലി അയ്യമ്പുഴയിൽ ആരംഭിച്ച മെഡിറ്റേഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് പരാതി നിലനിൽക്കവെയാണ് കമ്പനി ഡയറക്ടറായിരുന്ന അജിത് ബാബു പാർവതിയെയും മകൾ സുനന്ദയെയും അപായപ്പെടുത്താനും ശ്രമം നടത്തിയത്. കുട്ടിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവരുടെ വാസസ്ഥലത്തിന് സമീപം അജിത് ബാബു വിഷപ്പാമ്പുകളെ നിക്ഷേപിച്ചു. He separated me from all people who I trust with all the stories, even our politician around, He always told me they only ask you for money in the name of many politicians. People. Meanwhile, many things happened. For example, our car was manipulated twice. The wheel was almost removed and somebody was cutting the battery so our car should plaster. Same with our solar system. We got a huge amount of very poisonous snakes in our garden. And Ajit said all the time, somebody wants to kill you, somebody wants to kill you, വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുട്ടിയുടെ വൃക്ക മാറ്റിവെക്കുന്നതടക്കമുള്ള ചികിത്സയ്ക്കായാണ് ഇവർ കൊച്ചിയിലെത്തിയത്. എന്നാൽ കുട്ടിയുടെ ചികിത്സ എന്ന പേരിലും അജിത് ബാബു വൻ തുക തട്ടിയെടുത്തു. ഈ കുട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു 5 മാസമുള്ളപ്പോൾ ദത്തെടുക്കുന്നതാണ്. ആ കുട്ടിയെ ശരിക്കും ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവർ ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് 5 മാസം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് കിഡ്നി ഫെയിലിയർ ആയിരുന്നു. ഈ കൊച്ചിന് കിഡ്നി ഫെയിലിയർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ദത്തെടുത്തത്. അപ്പോൾ ഈ കുട്ടിയെ ദത്തെടുക്കുമ്പോൾ അവരുടെ കിഡ്നി ഇവർ ഈ കുട്ടിക്ക് മാച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ കരുതിക്കൊണ്ട് കുട്ടീനെ അവിടെ നിന്ന് കൂടി കൊണ്ടുവന്നു ഇവരുടെ കൂടെ. അപ്പോൾ കുട്ടിക്ക് ഇടയ്ക്ക് കിഡ്നി ഫെയിലിയർ വന്നു. ആ കിഡ്നി ഫെയിലിയറിൻ്റെ ഭാഗമായിട്ട് മെഡിസിനുമായിട്ട് ഒത്തിരി അഴിമതി, അതായത് ഒരു 1,90,00,000 രൂപയുടെ മരുന്ന് വാങ്ങിച്ച ഇനത്തിൽ തന്നെ അടിച്ചു മാറ്റി. Nobody would see this in the first moment because he is highly talented to make these pictures and stories with all emotions. So he seemed to be very trustable, And so we couldn't start the project for what we came so far, All the money went in her treatment, actually not in her treatment, but in his own pocket, unfortunately. ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന ഭീഷണി നിരന്തരം ഉയർത്തിയ അജിത് ബാബു ഇവരെ നാടുകടത്താനായും ശ്രമിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ഇയാളെ ഭയന്ന് മറ്റൊരു ജില്ലയിൽ താമസിക്കുകയാണ് പാർവതി റെഷ്ണറും 7 വയസ്സുകാരി കുട്ടിയും. I respect this land very much because my roots are from India. My grandmother was Indian. My mother was adopted from India. I love to be here. But right now in Kerala, I'm a bit nervous because 2 months already, I know everything. And I try to understand the system. I go where we usually go, to the police, taking a lawyer. We started a fair. I wrote to the chief minister. But still, nothing happened, നിരവധി പരാതികൾ ഇയാൾക്കെതിരെ നൽകിയിട്ടും നടപടിയെടുക്കാത്തത് ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനം മൂലമാണെന്നാണ് മെഡിറ്റേഷൻ സെന്റർ ജീവനക്കാരുടെയും പക്ഷം. മലയാളികൾക്ക് അപമാനമുണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെന്നതാണ് വൈചിത്ര്യവും. ജനം, കൊച്ചി.